ഹായ് സ്റ്റുഡൻസ്, മാത്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനന്തു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിൻ്റെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഒരു 5ാമത്തെ പാർട്ടാണ്. നമ്മൾ 4 വീഡിയോ ഇതുവരെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താണ് ഫംഗ്ഷൻ എന്നും റിലേഷൻ എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ പഠിച്ചു. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് ബൈനറി ഓപ്പറേഷൻസ്. ഓക്കെ, ബൈനറി ഓപ്പറേഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മിക്ക പരീക്ഷകൾക്കും എന്താണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, നിങ്ങളെ ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ബൈനറി ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ ബൈനറി ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബൈനറി ഓപ്പറേഷൻസ്. നമ്മളിപ്പോഴും ബൈനറി ഓപ്പറേഷൻ നമുക്കറിയാലോ എന്താണ് ഒരു ഓപ്പറേഷൻ. മാത്തമാറ്റിക്സിൽ എന്താണ് ഓപ്പറേഷൻ? നമുക്കറിയാം അഡിഷൻ, ഡിവിഷൻ, അതൊക്കെ ഒരു ഓപ്പറേഷനാണ്. ഇപ്പോൾ A+B 2 എലമെന്റ് തമ്മിൽ കൂട്ടുന്നു, അതൊരു ഓപ്പറേഷനാണ്. A-B അതൊരു ഓപ്പറേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതും? A*B എന്ന് എഴുതും. A*B എന്ന് എഴുതും. ഫണ്ടമെന്റലായിട്ട് ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എന്ത് വേണമെങ്കിലും ആവാം. അഡീഷൻ ആവാം, ഡിവിഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആവാം. ഓക്കെ, അതിൻ്റെ ഒരു ലാർജസ്റ്റ് വാല്യൂ എടുക്കുന്നതാവാം, LCM എടുക്കുന്നതാവാം, HCF എടുക്കുന്നതാവാം. അപ്പോൾ ഇതൊക്കെ ബൈനറി ഓപ്പറേഷൻസിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം ബൈനറി ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാർ വെച്ചിട്ടാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർ വെച്ചിട്ടാണ് ബൈനറി ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സ്റ്റാർ എപ്പോഴും ഇത് ഡെഫിനിഷനാണ്, ബൈനറി ഓപ്പറേഷൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. അതായത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് സെറ്റ് തമ്മിലുള്ള ആ ബന്ധമാണ്. ഓക്കെ, രണ്ട് സെറ്റ് തമ്മിൽ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ A എന്ന് പറയുന്ന സെറ്റാണ്, വീണ്ടും A എന്ന് പറയുന്ന സെറ്റാണ്. അത് തമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്തെങ്കിലും കിട്ടുമല്ലോ. ഈ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന എലമെന്റും എന്ത് തന്നെ ആയിരിക്കും? സെറ്റ് Aയിലെ എലമെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് ഇതാണ് ഡെഫിനിഷനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട. അതായത് രണ്ട് സെറ്റുകൾ തമ്മിൽ ചെയ്യുന്നതാണ് ബൈനറി ഓപ്പറേഷൻ. ആ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ റിസൾട്ട്. ഓക്കെ, അതായത് ഇപ്പോൾ 2+3 കൂട്ടി 5 കിട്ടി, അതൊരു റിസൾട്ടാണ്. ഈ 5 എന്ന് പറഞ്ഞാൽ എവിടെയുള്ളതാണ്? 5 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അല്ലേ. അതുപോലെ നമ്മൾ രണ്ട് സെറ്റുകൾ തമ്മിൽ ബൈനറി ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ സെറ്റിലുള്ള എലമെന്റ് തന്നെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ബൈനറി ഓപ്പറേഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം, ഇതാണ് ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോൾ A+B എന്ന് റെപ്രസെന്റ് ചെയ്തില്ലേ, അതുപോലെ ബൈനറി ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യും? ബൈനറി ഓപ്പറേഷൻ പുറത്തിട്ടിട്ട് ഓർഡറുടെ പകരമായിട്ട് നമ്മൾ AB എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ Aയും Bയും കൂടെ എന്ത് ചെയ്തിരിക്കുന്ന അർത്ഥം? ബൈനറി ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നതാണ് അർത്ഥം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻസിനകത്ത് ചില സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്യും. ആ റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് റൂളാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി? നമ്മൾ പല ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. എന്താണ് കമ്മ്യൂട്ടേറ്റിവിറ്റി റൂൾ എന്ന് പറയുന്നത്? കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ A*B, അതായത് Aയും Bയും കൂടെ ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്താലും Bയും Aയും കൂടെ ബൈനറി ഓപ്പറേഷൻ ചെയ്താലും എന്ത് തന്നെ ആയിരിക്കും? ഉത്തരം സെയിം തന്നെ ആയിരിക്കും. ഇപ്പോൾ 2+3 3+5 3+2 കൂടെ കൂട്ടിയാൽ ഒരേ ഉത്തരം തന്നെ വരുന്നത്. അതുപോലെ ബൈനറി ഓപ്പറേഷനകത്തും എന്ത് തന്നെയാണ്? ഇത് തന്നെ. അതാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി റൂൾ ഫോളോ ചെയ്യാം ബൈനറി ഓപ്പറേഷൻ. ഓക്കെ, ആദ്യത്തെ അസോസിയേറ്റിവിറ്റി എങ്ങനെയായിരിക്കും പറയുന്നത്? അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം Aയും Bയും കൂടെ ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടെന്ന് വെച്ചേക്കാം. Aയും Bയും കൂടെ ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നു. ആ കിട്ടുന്ന റിസൾട്ടിനെ Cയുമായിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്താലും Bയും Cയും കൂടെ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ Aയുമായിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്താലും എന്തായിരിക്കും? ആൻസർ ഈക്വൽ ആയിരിക്കും. അതാണ് ഇതെന്ന് പറയുന്നത് അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസോസിയേറ്റിവിറ്റി എന്ന് പറയുന്നതാണ് A*B*C എന്ന് പറയുന്നത് A*B*Cക്ക് തുല്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഐഡന്റിറ്റിയാണ്. ഓക്കെ, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഓക്കെ, അപ്പോൾ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഒരു എലമെന്റ്
അപ്പോൾ there existന്റെ സിമ്പിൾ ഇങ്ങനെയാണ് മാത്തമാറ്റിക്സിനകത്ത്. there exists an element E with an element E that is element of ഏതാണ് നമ്മുടെ സെറ്റ് എ ആണ്. എ ക്രോസ് എയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻ എഴുതുന്നത്. അപ്പോൾ ഇത് എലമെന്റ് ഓഫ് എ സെറ്റ് എ. ഓക്കെ, ഒരു എലമെന്റ് ഉണ്ട്, ഇ ഉണ്ട്, ഇ എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. ആ ഇ എന്ന് പറഞ്ഞ എലമെന്റ് കൊണ്ട് എന്തിനാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എയും ഇയും തമ്മിൽ ബൈനറി ഓപ്പറേഷൻ എടുത്താലും ഇയും എയും തമ്മിൽ ബൈനറി ഓപ്പറേഷൻ എടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? റിസൾട്ട് എ തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഐഡന്റിറ്റി പറയും. ഐഡന്റിറ്റി മെട്രിക്സ് പഠിച്ചില്ലേ? അതായത് ഇപ്പം 1 എന്ന് വെച്ചോ, ഇപ്പം 2 × 1 എടുത്താലും 1 × 2 എടുത്താലും നിങ്ങൾക്ക് എന്തിനു കിട്ടും? 2 തന്നെ കിട്ടും ആൻസർ. അപ്പോൾ 1 എന്താണ് ഒരു ഐഡന്റിറ്റി ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇ എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് ഒരു എലമെന്റ് ആണ്. ആ എലമെന്റും എ ആയിട്ട് ബൈനറി ഓപ്പറേഷൻ എടുത്താലും ഓക്കെ അത് തിരിച്ചെടുത്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? റിസൾട്ട് എ തന്നെ കിട്ടും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവേഴ്സ്. ബൈനറി ഓപ്പറേഷന്റെ ഇൻവേഴ്സ് എന്താണ്? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എലമെന്റ് ഉണ്ട്, എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. അത് എവിടുത്തെ എലമെന്റ് ആണ്? സെറ്റ് എയിലെ എലമെന്റ് ആണ്. വേറൊരു എലമെന്റ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, അതും സെറ്റ് എയിലെ എലമെന്റ് ആണ്. ആ എയും ബിയും തമ്മിൽ ബൈനറി ഓപ്പറേഷൻ എടുക്കുന്നു. ഇനി ബിയും എയും തമ്മിൽ ബൈനറി ഓപ്പറേഷൻ എടുക്കുന്നു. കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഇ ആയിരിക്കും. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു 1 1/2 തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. 1 1/2 1 × 1/2 സോറി 2 × 1/2 സോറി 2 × 1/2 1 ആണ്. 3 × 1/3 1 ആണ്. 4 × 1/4 1 ആണ്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് പറയുന്നത്? എയും ബിയും തമ്മിൽ എടുക്കുമ്പോഴും ബി എയും തമ്മിൽ എടുക്കുമ്പോൾ നമുക്ക് എന്തിനു കിട്ടും? ഒരു ഐഡന്റിറ്റി എലമെന്റ് കിട്ടും. ഐഡന്റിറ്റി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അതാണ് ഇൻവേഴ്സ്. അപ്പൊ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് ആണ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്കിപ്പോൾ ഇത് A4 ആയി, ബി എന്താണ്? 1/4 എന്ന് വെച്ചു. 4 × 1/4 എന്താണ്? 1. ഓക്കെ, അത് തന്നെ വന്നു. അതുപോലെയാണ് ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്നത്. ഇൻറ്റു എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ഇൻറ്റു ആവാം, പ്ലസ് ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വരാം. ഇപ്പൊ ബൈനറി ഓപ്പറേഷൻ ഇപ്പൊ എ ബൈനറി A സ്റ്റാർ ബി എന്ന് പറഞ്ഞ ബൈനറി ഓപ്പറേഷൻ വേണമെങ്കിൽ A + B + AB എന്ന് വരാം, A - B + AB എന്ന് വരാം. അതായത് എത്ര റിലേഷൻ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, അതായത് എത്ര ഇത് പ്ലസ് ഒരു റിലേഷൻ ഒരു ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്നില്ല. A + B ആവാം, A/B ആവാം, A + B - AB ആവാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ആ റിലേഷൻ വരാം. ഓക്കെ, അതാണ് ബൈനറി ഓപ്പറേഷൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ബൈനറി ഓപ്പറേഷന്റെ എന്താണ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. ഇനിയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബൈനറി ഓപ്പറേഷന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കേ, ലെറ്റ് എ = എ എന്ന് പറയുന്നത് സെറ്റ് ആണ്. n cross n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ ആണ്. n cross n be a binary operation on a defined by a, b star c, d ഒരു ഓപ്പറേഷൻ ആണ്, ബൈനറി ഓപ്പറേഷൻ ആണ്. is equal to a + c, b + c. അതായത് എ ബിയും അത് സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതുമായിട്ട് എടുക്കണം? സി ആയിട്ട് ഡി ആയിട്ട് ബൈനറി ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ടെണ്ണം എയും സിയുടെ കൂട്ടി ബിയും ഡിയുടെ കൂട്ടി അത് എന്തായിട്ട് എഴുതണം? ഒരു പെയറായിട്ട് എഴുതണം. അതാണ് ബൈനറി ഓപ്പറേഷൻ. എന്നിട്ട് അവർ പറഞ്ഞേക്കാണ് 1 2 star 2 3 അതിന്റെ ആൻസർ ചെയ്യാൻ. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാമല്ലോ. ഇവിടെ എക്ക് പകരമല്ലേ 1 വന്നേക്കുന്നത്, ബിക്ക് പകരം 2 വന്നേക്കുന്നു, സിക്ക് പകരം 2 വന്നേക്കുന്നു, ഡിക്ക് പകരം 3 വന്നേക്കുന്നു. അപ്പൊ ആൻസർ എന്ത് വരും? ആൻസർ A + C ആണ്. 1 + 2 2 + 3 അതായത് B + D B + D 1 + 2 3 2 + 3 5. ഓക്കെ, ഇതാണ് ആൻസർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സ്റ്റാർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? A സ്റ്റാർ B എന്ന് പറയുന്നത് B സ്റ്റാർ A തന്നെ ആയിരിക്കും. ആണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് A, B സ്റ്റാർ C, D എന്ന് പറയുന്നവർ എന്താന്ന് പറയുന്നുണ്ട്? A + C, B + D എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചിടാം. C, D സ്റ്റാർ A, B അതെന്താന്ന് നോക്കാം. അതെന്താണ്? C + A, D + B ആയിരിക്കുമല്ലോ. ഇതെന്താണ്? C + A എന്ന് പറയുന്നത് A + C, B + D ആയിരിക്കും. അപ്പൊ ഇത് എന്തായിരിക്കും? തുല്യമായിട്ട് വന്നല്ലോ.
അപ്പോൾ ഇതൊന്നും തുല്യമാണെങ്കിൽ ഉറപ്പായിട്ട് എന്താണ് അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് തിരിച്ചിടുന്ന എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും തുല്യമാണെങ്കിൽ എന്താണ് അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ സ്റ്റാർ ബി സിക്കൽ ടു എ മൈനസ് ബി പ്ലസ് എ ബി. അപ്പോൾ ഇതിന്റെ എന്ത് ചെക്ക് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി അറിയാം, എ മൈനസ് ബി പ്ലസ് എ. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി സ്റ്റാർ എ ആയിരിക്കണം. ഈ ബി സ്റ്റാർ എ ആണെന്ന് നോക്കുക. എന്താണ് ഇപ്പോൾ ബി സ്റ്റാർ എ എന്ന് പറയുന്നത്? എന്താണ് ബി സ്റ്റാർ എ എന്ന് പറയാം? എയുടെ സ്ഥാനത്ത് ബി ഇട്ട് കൊടുക്കുക. ബി അതായത് ഫസ്റ്റ് വരുന്ന എലമെന്റ് ബി ആയിരിക്കണം, സെക്കൻഡ് വരുന്ന എലമെന്റ് എ ആയിരിക്കണം. അങ്ങനെയാണ്. അപ്പോൾ എ സ്റ്റാർ ബി അറിയാം, എ മൈനസ് ബി പ്ലസ് എ ബി ആണ്. അപ്പോൾ എ ഫസ്റ്റ് വന്നുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ബി ഫസ്റ്റ് വന്നാലോ? എയുടെ സ്ഥാനത്തെല്ലാം ബി ആയിരിക്കും. ഓക്കെ, ബി മൈനസ്. ഇനി ബിയുടെ സ്ഥാനത്ത് എ ആയിരിക്കും, പ്ലസ് എയുടെ സ്ഥാനത്ത് ബി ആയിരിക്കും, ബിയുടെ സ്ഥാനത്ത് എ ആയിരിക്കും. ഇങ്ങനെ വരും ബി മൈനസ് എ പ്ലസ് ബി എ. ഈ സംഭവം സെയിം ആണ്. നോക്കേ, ഇപ്പം നമുക്ക് എ ഇപ്പം 1 ഇട്ട് കൊടുക്കാം, ബി ഇപ്പം 1 ഇട്ട് കൊടുക്കാം. ഓക്കെ, സെയിം ആണ്. ബി ഇപ്പം 2 ഇട്ട് കൊടുക്കാം. ഇത് സെയിം ആണ്. നോക്കിയത് ഇപ്പം എ 1 ഇട്ട് കൊടുക്കുമ്പോൾ ബി 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എന്ത് വരും? 1 മൈനസ് 2 പ്ലസ് 2 എന്ന് വരും അല്ലേ? അപ്പോൾ അതിന്റെ വാല്യൂ 1 എന്ന് വരും. ഇനി ഇതിനകത്ത് ഇട്ട് കൊടുത്താലോ? 2 മൈനസ് 1 പ്ലസ് 2 എന്ന് വരും. 2 പ്ലസ് 2 4, 4 മൈനസ് 1 3. കണ്ടോ? അപ്പോൾ 1 കിട്ടി, 3 കിട്ടി. ഇത് സെയിം ആണോ? സെയിം അല്ല. അപ്പോൾ ഇതെന്താണ്? ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണോ? അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ ബി നോട്ട് ഈക്വൽ ടു ബി സ്റ്റാർ എ. ഓക്കെ, അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? അത് പ്രൂവ് ചെയ്യുന്ന എഴുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ എ സ്റ്റാർ ബി. ഈ സ്റ്റാർ ഈസ് എ ബൈനറി ഓപ്പറേഷൻ ആണ്. സ്റ്റാർ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണ്. ആ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എന്താണ്? LCM ഓഫ് എ കോമ ബി ആണ്. ഓക്കെ, അതായത് സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? LCM ഓഫ് എ കോമ ബി ആണ്. അതായത് 2 നമ്പർ ഉണ്ടെങ്കിൽ 2 നമ്പറിന്റെ LCM ആണ് ആൻസർ. ഓക്കെ, എന്നിട്ട് പറഞ്ഞൊക്കെയാണ് 5 സ്റ്റാർ 7. ഈ സ്റ്റാർ എന്താണ്? സ്റ്റാർ എന്ന് പറയുന്നത് LCM ആണ്. LCM ഓഫ് ഏതാണ്? എ കോമ ബി. എ കോമ ബി ഏതാണ്? 5A 7B ആണ്. അപ്പോൾ 5ന്റെ 7ന്റെ LCM ആണ് ആൻസർ. 5ന്റെ 7ന്റെ LCM എത്ര വരും? 35, 35 അല്ലേ? 35 ആണ് LCM വരുന്നത്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ചോദിച്ചിരിക്കുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ആണോ? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു LCM ഓഫ് എ കോമ ബി. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇനി ബി സ്റ്റാർ എ എന്ന് പറയുന്നതോ? LCM ഓഫ് ബി കോമ എ. ഇത് സെയിം ആണ്. അതായത് 5ന്റെ 7ന്റെ LCM എടുക്കുന്നത് തന്നെയാണോ 7ന്റെ 5ന്റെ LCM എടുക്കുന്നത്? ആണല്ലോ. കാരണം 7ന്റെ 5ന്റെ LCM 35, 5ന്റെ 7 LCM 35 തന്നെ വരും. അപ്പോൾ ഇത് എന്താണ്? ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് എഴുതി കൂടെ. അപ്പോൾ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? കമ്മ്യൂട്ടേറ്റീവ് എന്ന് ചെക്ക് ചെയ്യാനാണ്. എ സ്റ്റാർ ബി ഈക്വൽ ടു എ ബൈ ബി പ്ലസ് ആണ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇങ്ങനെ എ ബി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്കിപ്പോൾ എക്ക് ഇപ്പോൾ 1 ഇട്ട് കൊടുക്കാം, ബിക്ക് ഇപ്പോൾ എന്ത് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ സ്റ്റാർ ബി അത് ശരിയാണോ നോക്കാം. എ ഇപ്പോൾ 1 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 എന്തോന്നു? 1/3 വന്നു. ഓക്കെ, അടുത്ത നമുക്ക് ബി സ്റ്റാർ എ ചെയ്യാം. ബി സ്റ്റാർ എയുടെ ഇക്വേഷൻ എന്തായിരിക്കും? ബി സ്റ്റാർ എയുടെ സ്ഥാനത്ത് ബി വരും, ബി ഡിവൈഡ് ബൈ ബിയുടെ സ്ഥാനത്ത് എ വരും, എ പ്ലസ് 1. അങ്ങനെയല്ലേ ബി സ്റ്റാർ എന്ന് പറയുന്നത്? എ സ്റ്റാർ ബി എന്ന് പറയുമ്പോൾ മേളിൽ എ വന്നു, ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ മേളിൽ ബി വരും. കാരണം എ ഉള്ളതെല്ലാം ബി ആവും, ബി ഉള്ളതെല്ലാം എ ആവും. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം. എക്ക് 1 കൊടുക്കാം, ബിക്ക് 2 കൊടുക്കാം. 2 ഡിവൈഡ് ബൈ 1 പ്ലസ് 1, 2/2 ഈക്വൽ ടു 1. അപ്പം എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും തുല്യമാണോ? അല്ല. അപ്പം അതെന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ 3. ചെക്ക് ഇറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഓർ അസോസിയേറ്റ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് ആണോ ചെക്ക് ചെയ്യാനാണ് വിജയം. ഒന്ന് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത്? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു എ ബി ഡിവൈഡ് ബൈ 3. ഓക്കെ, ഇനി ബി സ്റ്റാർ എ എങ്ങനെ ചെക്ക് ചെയ്യാം? ബി എ ഡിവൈഡ് ബൈ 3. അത് തന്നെയാണല്ലോ എ ബി ഡിവൈഡ് ബൈ 3. അപ്പം എ സ്റ്റാർ ബിയും ബി സ്റ്റാർ എയും എന്താണ്? തുല്യമാണ്. അപ്പോൾ അതെന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് അസോസിയേറ്റ് ചെക്ക് ചെയ്യാം. അസോസിയേറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? എ സ്റ്റാർ ബി സ്റ്റാർ സി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ സി. അതാണ് ചെക്ക് ചെയ്തത്.
ഓക്കെ, ബി സ്റ്റാർ സി എഴുതണം, ഇവിടെ എ സ്റ്റാർ ബി എഴുതണം, എന്നിട്ട് സി ആയിട്ട് നോക്കണം. അപ്പം നമുക്ക് ഇത് നോക്കാം. എ സ്റ്റാർ ബി എന്താണ്? എ സ്റ്റാർ ബി എന്താണ്? എ സ്റ്റാർ ബി എ ബി ഡിവൈഡ് ബൈ 3 ആണ്. സ്റ്റാർ സി ഓക്കെ, സി എങ്ങനെ നടക്കട്ടെ. ഇനി ഇതിന്റെ ആൻസർ എന്ത് വരും? എ സ്റ്റാർ ബി ഡിവൈഡ് ബൈ 3 സി. അതായത് ഇത് ഒരു എലമെന്റ്, ഇത് വേറൊരു എലമെന്റ് തമ്മിൽ ബൈനറി ഓപ്പറേഷൻ എടുത്തേക്കാണ്. ബൈനറി ഓപ്പറേഷൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ? ആ എ ബി ഡിവൈഡ് ബൈ 3 കിട്ടും. അതാണ് ആൻസർ. ബൈനറി ഓപ്പറേഷൻ നമ്മൾ എ ബി ഡിവൈഡ് ബൈ 3 ആണ്. ഇത് എ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് എലമെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ആൻസറും എ ബി ഡിവൈഡ് ബൈ 3 ആയിരിക്കും. പക്ഷെ എന്താണ് ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്? എ ബി ബൈ 3 ആണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? എയുടെ സ്ഥാനത്ത് ഇവിടെ എ ബി ഡിവൈഡ് ബൈ 3, അതായത് ഫസ്റ്റ് എലമെന്റ് എ ബി ഡിവൈഡ് ബൈ 3 ഇൻറ്റു, ഓക്കെ, അടുത്ത ബിക്ക് പകരം എന്താണ്? സി ആണ് കിടക്കുന്നത്. അപ്പൊ സി ഡിവൈഡ് ബൈ 3. ഇപ്പൊ എന്തായി? ഇത് ഫസ്റ്റ് എ ആയി, ഇത് ബി ആയി, ഇത് 3 ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? എ ബി സി ഡിവൈഡ് ബൈ 9. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? എ സ്റ്റാർ ബി സ്റ്റാർ സി, എ സ്റ്റാർ ബി സ്റ്റാർ സി. ബി സ്റ്റാർ സി എന്താണ്? ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ ബി സി ഡിവൈഡ് ബൈ 3 ആണ്. ഓക്കെ, ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബൈനറി ഓപ്പറേഷൻ ആണ്. ബൈനറി ഓപ്പറേഷൻ എന്താണ്? എ ബി ഡിവൈഡ് ബൈ 3 ആണ്. എ ഫസ്റ്റ് എലമെന്റ്, ബി സെക്കൻഡ് എലമെന്റ്, 3 അത് തന്നെ എടുക്കണം. എ ഫസ്റ്റ് എലമെന്റ്, ഓക്കെ, എ ഫസ്റ്റ് എലമെന്റ് ബി സെക്കൻഡ് എലമെന്റ്, ബി സെക്കൻഡ് എലമെന്റ് പകരം ഇവിടെ കിടക്കുന്നത് ബി സി ഡിവൈഡ് ബൈ 3 ആണ്. അപ്പോൾ ബി സി ഡിവൈഡ് ബൈ 3 ഡിവൈഡ് ബൈ ആ 3 ആണ് തന്നെ. അപ്പോൾ എന്ത്? എ ബി സി ഡിവൈഡ് ബൈ 9. അപ്പം എന്ത് വന്നു? എ സ്റ്റാർ ബിയും എ സ്റ്റാർ ബി സ്റ്റാർ സിയും എന്ത്? എ സ്റ്റാർ ബി സ്റ്റാർ സിയും ഇവിടുത്തെ എ സ്റ്റാർ ബി സ്റ്റാർ സി എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ അതെന്താണ്? അസോസിയേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? അസോസിയേറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? അസോസിയേറ്റീവ് ആണോ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്നൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബൈനറി ഓപ്പറേഷൻ എഴുതും. ഒന്നെങ്കിൽ എക്ക് വാല്യൂ കൊടുക്കാം, വാല്യൂ കൊടുക്കില്ലെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ഇക്വേഷൻ എഴുതി ചെക്ക് ചെയ്യാം. അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്റ്റാർ ബി സിക്ക് 2/AB ആണ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ഒക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ചെയ്ത് നോക്കാം. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരണം? എ സ്റ്റാർ ബി സിക്കൽ ടു ബി സ്റ്റാർ എ ആവണം. ഇങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ആവും. അപ്പോൾ ഉറപ്പായിട്ടും എ സ്റ്റാർ ബി ഒരു തന്നിട്ടുണ്ട് 2/AB. ബി സ്റ്റാർ എ എന്താണ്? 2/BA ആയിരിക്കുമല്ലോ. ഓക്കെ, 2/B നമുക്ക് ഇങ്ങനെ എഴുതാം, 2/AB എഴുതി കൂടെ. ഓക്കെ, 2/AB തന്നെയാണ് എന്ത്? എ സ്റ്റാർ ബി. അപ്പോൾ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഓക്കെ, ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അടുത്ത നമുക്ക് അസോസിയേറ്റീവ് എങ്ങനെ ചെയ്ത് നോക്കാം. അസോസിയേറ്റീവ് ആകാൻ എന്താണ് റൂള്? എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നത്, അതായത് എ സ്റ്റാർ ബി എടുത്ത് സിയുടെ കൂടെ ബൈനറി ഓപ്പറേഷൻ എടുക്കുമ്പോൾ ബി സ്റ്റാർ സി, ബിയും സിയും കൂടെ ബൈനറി ഓപ്പറേഷൻ ചെയ്തിട്ട് അത് എയുടെ കൂടെ എടുക്കുമ്പോഴും ഈക്വൽ ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഇത് എന്താവും? അസോസിയേറ്റീവ് ആവും. ഓക്കെ, നമുക്കിപ്പം ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇപ്പം എ സ്റ്റാർ ബി സ്റ്റാർ ചെയ്യാം. എക്ക് ഇപ്പം 1 എന്ന് വിളിക്കാം, ബിക്ക് 2 എന്ന് വിളിക്കാം, സിക്ക് എന്ന് വിളിക്കാം, 3 എന്ന് വിളിക്കാം. ഓക്കെ, ഈ 1 സ്റ്റാർ 2 സ്റ്റാർ 3 നമ്മൾ ചെയ്ത് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? 1 സ്റ്റാർ 2 ചെയ്ത് നോക്കാം. 1 സ്റ്റാർ 2 എന്താണ്? 1 സ്റ്റാർ 2 എന്ന് പറയുന്നത് 2/AB അല്ലേ? 2/1 × 2 ആണ്. അതായത് 2/2 ആണ്. 2/2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 4 കിട്ടി. അപ്പോൾ ഇനി 4 സ്റ്റാർ 3 ആണ് ചെയ്യേണ്ടത്. 4 സ്റ്റാർ 3 ആണ് ചെയ്യേണ്ടത്. ഇസിക്കൽ ടു 2/4 × 3, അതായത് 2/12 എന്ന് തോന്നുന്നു അല്ലേ? 2/12. ഓക്കെ, അത് എന്താണ്? അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് അസോസിയേറ്റിന്റെ അടുത്ത റൂൾ നോക്കാം. 1 സ്റ്റാർ 2 സ്റ്റാർ സി 3. 1 സ്റ്റാർ 2 സ്റ്റാർ 3. ഇവിടെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? 2 സ്റ്റാർ 3 കൂടെ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2/2 × 3 എന്തോന്നു? 2/6. 2/6 എന്ന് 2/6 അറിയാലോ, നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. ഓക്കെ, ഇനി 1ഉം എന്തും 2/6 കൂടെ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? രണ്ട് സംഭവം തമ്മിൽ ബൈനറി ഓപ്പറേഷൻ എടുത്ത് കഴിഞ്ഞാൽ ആൻസർ തരും 2/AB ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ 2/1 × 2/6 ആയിരിക്കും ആൻസർ. ഓക്കെ, ഈ ആൻസറും
ഈ 2/12 സെയിം ആണോ? സെയിം ആണോ? സെയിം അല്ല. ഇത് സെയിം ആണോ? അല്ല, സെയിം അല്ല. കാരണം അത് 2/12 ആണ്, 2/6 ആണ്. ഒരു വലിയൊരു വാല്യൂ വരും. ഓക്കെ, അപ്പോൾ 12-നെക്കാട്ടി വലിയൊരു വാല്യൂ വരുന്നതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ എന്തല്ല, ഇത് സെയിം അല്ല. അപ്പൊ എന്തല്ല, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അല്ല. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ എയും ബി എടുത്ത് സി ആയിട്ട് ചെയ്യുന്നതും ബിയും സി എടുത്ത് എ ആയിട്ട് ചെയ്യുന്നതും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കിട്ടിയോ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കിട്ടിയില്ല. അപ്പൊ എന്തല്ല, അത് അസോസിയേറ്റീവ് അല്ല, പക്ഷെ എന്താണ്, കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് ബൈനറി ഓപ്പറേഷനകത്ത് നമ്മൾ അസോസിയേറ്റീവും കമ്മ്യൂട്ടേറ്റീവും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് ഒരു 4 ഹോംവർക്ക് ഞാൻ തരാം. ആ ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണത്. കാരണം എപ്പോഴും ഒരു എന്താണ് ക്വസ്റ്റ്യനകത്ത്, പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് ബൈനറി ഓപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഇതിൽ നിന്ന് വരുന്നതായിരിക്കും. ബൈനറി ഓപ്പറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും. അപ്പോൾ ഞാൻ കുറച്ച് ഹോംവർക്ക് തരാം, അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, A*B = A-B. ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണോ അസോസിയേറ്റീവ് എന്നൊക്കെ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, A*B = AB/2. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, A*B = A⁻B. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ, A*B = AB+1. ഓക്കെ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്താണ്, ഈ ഹോംവർക്ക് ആണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇവിടെ തന്നെ ചെയ്ത മെത്തേഡാണ് ചെയ്യേണ്ടത്. എന്താണ് നോക്കുക, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കുക. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നോക്കുക, അസോസിയേറ്റീവ് ആണെന്ന് നോക്കുക. കമ്മ്യൂട്ടേറ്റീവ് നോക്കുക, അസോസിയേറ്റീവ് ആണെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. നിങ്ങൾ സെൻഡ് ചെയ്താൽ നിങ്ങൾ ചെയ്യണമെന്ന് അറിയണ്ടേ. അപ്പോൾ ഇത് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് വീഡിയോ ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ തീർക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ചെയ്യുക. ഇതിൻ്റെ 5 വീഡിയോസ് ഉണ്ട്. ആ 5 വീഡിയോസ് നിങ്ങൾ നല്ലതായിട്ട് കാണുക. അപ്പോൾ എന്നാലേ തറവാകത്തുള്ളൂ. ഓക്കെ, ഇത് ഈ ഒരു ഭാഗത്തിൽ നിന്ന് എന്താണ് 5-6 മാർക്കിനാണ് എന്താണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് വളരെ എന്താണ് നമ്മളെല്ലാം ചെയ്ത് നമ്മൾ ഭൂരിഭാഗം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെയ്തേക്കുന്നത് മിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരിക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ഹോംവർക്ക് ചെയ്യുക. നിങ്ങൾ ഈ കണക്കുകൾ 2 വട്ടം, ഇപ്പോൾ ചെയ്ത കണക്കുകൾ 2 വട്ടം, മിനിമം 2 വട്ടമെങ്കിലും ചെയ്ത് പഠിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ്.